മേജർ സാധു സിംഗ് ബംഗാൾ മെമ്മോറിയൽ ഗേറ്റ്. സൈനികനായിരുന്നു. ഇതേപോലെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ധീര രക്തസാക്ഷിത്വം വഹിച്ച ഒരുപാട് പേരുടെ നാടാണ് പഞ്ചാബ്. ഭഗത് സിംഗിൻ്റെ ഒക്കെ നാട്. അവരൊക്കെ ഈ നാട് ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ യാത്ര രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളിലൂടെ, നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ, മനുഷ്യരുടെ മനസ്സിലൂടെയുള്ള ഈ യാത്ര വോട്ടർ സൈക്കിൾ ഡയറി പഞ്ചാബിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യാം, മനുഷ്യരെ കാണാം, അവരെ അറിയാം. പക്ഷേ പോവാം. ഓട്ടോറിക്ഷ അല്ലേ ഇത്? हमारा गांव पे ऐसा ऑटो रिक्शा नहीं है. അവിടെ ഇല്ല. കേരള क्या नाम वो गाड़ी का? सर टेम्पो बोलते. टेम्पो गाड़ी के अंदर सवारी कैसा है? ठीक है बहुत बढ़िया. ओके सर, हम कह रहे नहीं बाद में अभी नहीं सही. ठंडा भी लेते हैं. नहीं ठीक है. पानी है. കുറച്ച് വെള്ളം കുടിക്കാം. और बढ़िया गुड. कांग्रेस और आम आदमी? वही तो आम आदमी तो पहले था, अब तो पता नहीं कैसे होगा. हाँ. कौन सा पार्टी का चांस है इधर? पार्टी हाँ, जो हमको पैसा देगी उसके साथ हो जाएंगे. ഓക്കെ. ഒരു അടിപൊളി വണ്ടി ഉണ്ട് ഇവിടെ. അനുപേ കയറി ഇരുന്നിട്ട് കാര്യമില്ല, ഓട്ടിക്ക് അറിയാം. സംഗതി ഓടിക്കാൻ അറിയാം, പക്ഷെ പഞ്ചാബിലൂടെ ഓടിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാക്കണ്ടല്ലേ. കൊള്ളാം വണ്ടി. വീലൊക്കെ ഗംഭീര വീല്. ടയർ നോക്ക്. कितना रुपए? ये पड़ गई 6.5 में. हाँ. 6 लाख. ഓക്കെ. ഈ ഓൾട്ടർ ചെയ്യുന്ന കാര്യത്തിലേ हाँ, ഒരു പുലിയണം. പഞ്ചാബിയുടെ പുലികളാണ്. മുന്നിൽ 2 सीट बैठे. कितने आदमी को बैठने? 4-5 ही बैठ जाते हैं. 5. बढ़िया. ठीक है सर, താങ്ക് യു. എന്താണ് സ്നേഹമല്ലേ ഇവർക്ക്? ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. വെള്ളം, ചായ. അവസാനം കുൽഫിയും കൊണ്ടുവന്നു, കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പഞ്ചാബിൽ കൂടെയൊക്കെ റോഡ് ട്രിപ്പ് നടത്തുന്ന മലയാളികളുടെയൊക്കെ വാർത്തെടുക്കാൻ പോകുമ്പോൾ അവർ പറയും, പഞ്ചാബിൽ കയറിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഭക്ഷണവും ഒക്കെ ഫ്രീ ആണ്. ഓക്കെ. യാത്ര തുടരാം, പോകാം.